വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നല്ലൊരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറെ സ്റ്റൈലിലുള്ള എഗ് റോസ്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലയും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു എഗ് റോസ്റ്റാണ്. കണ്ടു നോക്കാം. എഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കടായി ഹീറ്റ് ചെയ്യാം. നമ്മൾ 4 പേർക്കുള്ളൊരു പോർഷനാണ്. 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് പെരുംജീരകം ചതച്ചിട്ടേ ഉള്ളൂ ഒരു 3/4 ടീസ്പൂൺ ചേർക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ ആയിരിക്കും കിട്ടുക. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. സവോള ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ സവോള നന്നായിട്ട് സോഫ്റ്റായി ലൈറ്റ് ബ്രൗൺ കളർ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയും കുറച്ച് മറ്റേ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് 3/4 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 2 ചെറിയ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മെഷർ ചെയ്തെടുത്താൽ ഒരു 3/4 കപ്പ് ചോപ്പ് ടൊമാറ്റോസ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ടൊമാറ്റോസ് വെന്തുടഞ്ഞ് നല്ലൊരു പേസ്റ്റ് പോലെ ആവണം. ടൊമാറ്റോസൊക്കെ കുറേയൊക്കെ ഉടഞ്ഞു, കുറച്ചും കൂടെ പേസ്റ്റ് ആവാനുണ്ട്. പേസ്റ്റ് ആവണം, നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പോൾ ടൊമാറ്റോസൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു. എണ്ണയൊക്കെ തെളിയുന്ന നമുക്ക് കാണാം. ഈ ഒരു സ്റ്റേജിൽ മസാലയൊക്കെ മൂത്തിട്ടുമുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ്. ഉപ്പ് നമ്മൾ ആദ്യം സവോള വഴറ്റാൻ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇടാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം തിള വരാൻ തുടങ്ങി. ഇപ്പം തീ കുറച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ആവശ്യത്തിന് നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കൂടുതൽ ചൂടുവെള്ളം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് മുട്ട ഇടാം. മുട്ട വരഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം. ഇതേപോലെ വരഞ്ഞിട്ടിടാം. ഇനി ഇതിലേക്ക് പെപ്പർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ ടൊമാറ്റോ ചേർത്തേക്കുന്നുണ്ട്. അതിൻ്റെ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. പഞ്ചസാരയോ ശർക്കരയോ ചെറിയൊരു മധുരം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഈ ഒരു തിക്നെസ് റോസ്റ്റ് ആണല്ലോ, അപ്പോൾ ഒത്തിരി ഗ്രേവി ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ പൊടിക്കുപ്പ് കുറവുണ്ട്. ഒരു നുള്ളിൽ ഉപ്പും കൂടെ ഇടുകയാണ്. കൂടാതെ കുറച്ച് കറിവേപ്പില. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡിയാണ്. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത എഗ് റോസ്റ്റ് വെച്ച് നോക്കുമ്പം ടേസ്റ്റ് വൈസ് ഭയങ്കര വ്യത്യാസമാണ് ഈ ഒരു എഗ് റോസ്റ്റിന്.
പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ പെരുംജീരകത്തിൻ്റെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറാട്ടയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.